ഹലോ. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്ത ഒരു വീഡിയോ ആണിത്. വീട്ടിലെങ്ങനെയാണ് മയണൈസ് അടിക്കാം എന്ന് ഉള്ള ഒരു വീഡിയോ ആയിരുന്നു ഇത്. ഓക്കെ, അപ്പം ഞാൻ ഈ സെയിം വീഡിയോ തന്നെ എടുത്ത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ട് ഓരോ പ്രോബ്ലംസൊക്കെ ഓരോ സിറ്റുവേഷനൊക്കെ ക്രിയേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ മയണൈസ് എന്ന് പറയുന്ന ഈ ഒരു വില്ലൻ കാരണം. അപ്പോൾ ഈ മയണൈസിൽ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ ഈ മയണൈസ് എന്ന് പറയുന്നത് മരണം വരെ സംഭവിക്കാവുന്ന ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഞാനിത് ഞാൻ ഡോക്ടർമാർ സംസാരിക്കുന്ന പോലെ എന്തായിരുന്നു സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. അപ്പം അവരോട് ഞാൻ പറയുകയാണ്, ഞാൻ ഡോക്ടറൊന്നും അല്ല, പക്ഷേ ഞാനൊരു ടീച്ചറാണ്. ടീച്ചറെന്ന് പറഞ്ഞാൽ അത്യാവശ്യം മൈക്രോബയോളജിയുടെ പേപ്പേഴ്സൊക്കെ കുറച്ച് വൈഡായിട്ട് സ്റ്റഡി ചെയ്ത ഒരു ടീച്ചറാണ്. അതുകൊണ്ട് തന്നെ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു. നിങ്ങളാരും പേടിക്കേണ്ട, ഞാൻ പഠിച്ച കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത്, അല്ലാതെ കയ്യിൽ നിന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ട് പറയുന്നതല്ല. അപ്പോൾ എനിക്ക് കിട്ടിയ കുറച്ച് അറിവ് ഞാൻ നിങ്ങളിലേക്കും കൂടി പകരുന്നു, അത്രേ ഉള്ളൂ. അപ്പോൾ എന്നാന്ന് വെച്ചാൽ, നമ്മൾ ഈ മയോണൈസ് നമ്മൾ എന്ത് ചെയ്യുന്നു, വീട്ടിലടിക്കുന്നു അല്ലേ. മയോണൈസ് അടിക്കുമ്പോഴത്തേനും പച്ച മുട്ട ഉപയോഗിച്ചിട്ടാണല്ലോ നമ്മൾ മയോണൈസ് അടിക്കുന്നത്. അപ്പോൾ ആ പച്ച മുട്ട ഉപയോഗിച്ച് മയോണൈസ് അടിക്കുമ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു കാരണവശാലും 1 hour 2 hour കൂടുതൽ നമ്മുടെ മയോണൈസ് സ്റ്റോർ ചെയ്യാതിരിക്കുക. അത് ഫ്രിഡ്ജിലാണെങ്കിലും ശരി, പുറത്താണെങ്കിലും ശരി, സ്റ്റോർ ചെയ്യാതിരിക്കുക. കാര്യം ഈ മയോണൈസിൽ പച്ചമുട്ട ഒക്കെ ചേർക്കുന്നത് കൊണ്ട് തന്നെ അതിൽ ബാക്ടീരിയ വളരെ പെട്ടെന്ന് കണ്ടാമിനേറ്റഡ് ആവാം. അപ്പം അതിലുണ്ടാകുന്ന ബാക്ടീരിയ എന്ന് പറയുന്നത് സാൽമണല്ല ബാക്ടീരിയ, ഈക്വളൈ ബാക്ടീരിയ, ഷിഗല്ല ബാക്ടീരിയ. ഈ ബാക്ടീരിയാസ് എന്ന് പറയുന്നത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. ഡേഞ്ചറസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് വരെ സംഭവിക്കാൻ പറ്റുന്ന ബാക്ടീരിയാസ് ആണ് ഈ ബാക്ടീരിയ എന്ന് പറയുന്നത്. ഇതിൻ്റെ വളരെ വളരെ സിമ്പിളായിട്ടുള്ള ഫോമാണ് ജസ്റ്റ് ഒരു ഡയറിയ വരിക, വൊമിറ്റിങ് വരിക, വയറുവേദന വരിക എന്നുള്ളത്. പക്ഷേ ഈ ബാക്ടീരിയയുടെ സ്പ്രെഡ് കൂടിയ, അതായത് കണ്ടാമിനേഷൻ കൂടുതലായിട്ട് സംഭവിക്കുകയാണെങ്കിൽ ഡെത്ത് വരെ സംഭവിക്കാം. അപ്പോൾ നമ്മൾ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? അപ്പോൾ മയണൈസ് എന്ന് പറയുന്നത് ഒരു 5 minutes അല്ലെങ്കിൽ 2 minutes കൊണ്ട് അടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമുള്ളൂ. അപ്പം നമ്മൾ അടിച്ച മയണൈസ് ഒരു കാരണവശാലും സ്റ്റോർ ചെയ്യാതിരിക്കുക. ഫ്രിഡ്ജിൻ്റെ ഇന്നോ ഔട്ടോ ഒരിടത്തും നമുക്ക് സ്റ്റോർ ചെയ്യേണ്ട. നമുക്ക് വേണോ ഫ്രഷ്ലി നമ്മൾ പ്രിപ്പയർ ചെയ്യുക. മനസ്സിലായില്ലേ? നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്തിനാണ് റിസ്ക് എടുക്കുന്നത്? ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി നമ്മൾ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ടിൻഡായിട്ടുള്ള മയണൈസ് ഓക്കെ, പ്രിസർവേറ്റീവ്സ് ഒക്കെ ചേർത്ത് അതിൻ്റേതായ കാര്യങ്ങളൊക്കെ ചെയ്ത് അത് സേഫാണ്. അത് ആധികാരികമായിട്ട് ഞാൻ സംസാരിക്കാൻ ആളല്ല. പക്ഷേ നമ്മൾ വീട്ടിൽ പ്രിപ്പയർ ചെയ്യുന്ന, പിന്നെ അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റ്സിലും ഹോട്ടൽസിലും ഒക്കെ നിയമമുണ്ട്. പാസ്ചറൈസ് ചെയ്ത എഗ്ഗ് യൂസ് ചെയ്യണം എന്ന നിയമമുണ്ട്. അത് എത്രത്തോളം പ്രാവർത്തികമാക്കുന്നു എന്നൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്ക് ഉറപ്പില്ലാത്ത റെസ്റ്റോറൻറ്റ്സിലും ഹോട്ടലിലും ഒക്കെ ആണെങ്കിൽ ചോദിക്കുക, ഇതടിച്ചിട്ട് എത്രയായി, അതായത് മയോണൈസ് അടിച്ചത് 3 hour 4 hours ബിറ്റ്വീനിലാണെങ്കിൽ ഓക്കെ. അത് ഒരുപാട് നേരം മുന്നേ അടിച്ച മയണൈസ് ആണെങ്കിൽ കഴിക്കണ്ട. കാര്യം റിസ്ക് എന്തിനാണ്? നമ്മുടെ ഹെൽത്ത് വെച്ചിട്ട് നമുക്ക് റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ റെസ്റ്റോറൻറ്റ്സിൽ പോയാലും അവരോട് ചോദിക്കുക, നിങ്ങളുടെ പാസ്ചറൈസ് ആയിട്ടുള്ള എഗ്ഗാണോ, അല്ലെങ്കിൽ നിങ്ങൾ മയണൈസ് എപ്പോൾ അടിച്ചതാണ്, തലേന്നൊക്കെ അടിച്ച് വെച്ച മയണൈസ് എന്ന് പറഞ്ഞാൽ ദയവ് ചെയ്ത് കഴിക്കാൻ നിൽക്കണ്ട. അത് റിസ്ക്കാണ്. കാരണം ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ കാര്യങ്ങളൊക്കെ കണ്ടതുകൊണ്ട് ആ ഒരു സംഭവം വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്. പിന്നെ ഞാനും കുറച്ച് കൂടുതലും മയോണൈസ് റെസിപ്പി വീഡിയോസൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കിത് പറഞ്ഞു തരേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് എന്ന് തോന്നി. കാര്യം വളരെ കുറച്ച് പേരെങ്കിലും എൻ്റെ മയോണൈസ് ട്രൈ ചെയ്തവരൊക്കെ കാണുമല്ലോ. അപ്പം അവരോടും ഞാൻ പറയുകയാണ്, സ്റ്റോർ ചെയ്യണ്ട. താങ്ക് യു.